പഴം ഇങ്ങനെ നന്നായിട്ട് പഴുത്തു തുടങ്ങിയപ്പോൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു പരീക്ഷണം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഇൻസ്റ്റയിൽ തപ്പി നോക്കിയാൽ പെട്ടോ ഉന്നക്കാട് ടേസ്റ്റ് ഒരു പോളാന്ന് കണ്ടപ്പോൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു പരീക്ഷണം തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് നെയ്യ് ഒഴിച്ച് കാഷ്യൂനട്ട് മുന്തിരി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മളിതാ കുറച്ച് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1/2 കപ്പോളം തേങ്ങ, പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്തിട്ട് തേങ്ങ നന്നായിട്ട് കളറൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു ഫില്ലിംഗ് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കളറൊക്കെ ചേഞ്ച് ആയതിന് ശേഷം അതിലേക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഉന്നക്കായുടെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ മുട്ട മാത്രം വെച്ചിട്ട് നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കാറുണ്ട്, മുട്ടയും തേങ്ങയും കൂടെ ചേർത്തിട്ട് ഫില്ലിംഗ് ഉണ്ടാക്കി എടുക്കാറുണ്ട്, തേങ്ങ മാത്രം വെച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ കയ്യിലുള്ള ഒരു ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇഷ്ടം നോക്കിയിട്ട് നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കി നമുക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 3 പഴം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 മുട്ടയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പഴമാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 1 പഴം കൂടെ ബാക്കി ഉണ്ടായിരുന്നു, അത് ഇനി ചുമ്മാ കിടന്ന് കളയേണ്ടി വരും. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പോൾ അത്രയും പഞ്ചസാര മതി, വേണമെങ്കിൽ കുറച്ചുകൂടെ കുറയ്ക്കുക കേട്ടോ, കാരണം പഴത്തിന് അത്യാവശ്യം മധുരമുണ്ട് നന്നായിട്ട് പഴുത്തപ്പം. പിന്നെ അതിലേക്ക് നമ്മൾ 1 നുള്ളു ഉപ്പ്, 1/2 കപ്പ് പാൽ, ഇത്രയും ചേർത്തിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോള ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സോസ് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയിം തന്നെ ആക്കി വെക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് ബാറ്റർ പകുതി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മേലെ ഭാഗമൊക്കെ നന്നായിട്ട് ഏകദേശം ഒന്നിങ്ങനെ കുക്കായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് നമ്മളിതിൻ്റെ മേലെ ഫില്ലിംഗ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫില്ലിംഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫില്ലിംഗ് ഏകദേശം നടുക്ക് ഭാഗത്തൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക, സൈഡിലേക്ക് ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ബാക്കി വന്നിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ചുറ്റുഭാഗത്തും മേലെ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മേലെ ഒഴിക്കാൻ നോക്കിയപ്പോൾ കേട്ടോ പകുതി അല്ലായിരുന്നു, നേരത്തെ നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കൂടുതലായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ എല്ലാ ഭാഗത്തേക്കും ഒന്നിങ്ങനെ ഒഴിച്ചൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ തന്നെ സിമ്മിൽ ഒരു 15 മിനിറ്റോളം ഇങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മതിയിട്ട്, ഒരു 10-12 മിനിറ്റ് ആകുമ്പോൾ തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പം നമ്മൾ നല്ല ഫ്ലെയിം കുറച്ച് വെക്കണം. അപ്പോൾ ഞാൻ കുത്തി നോക്കിയപ്പം എല്ലാ ഭാഗവും നന്നായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി മേലെ ഭാഗത്ത് നല്ലൊരു കളറൊക്കെ കിട്ടാനായിട്ട് ഞാൻ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു തേങ്ങ ആക്കിയിട്ടുണ്ടായിരുന്ന പാൻ തന്നെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ പാത്രം കഴുകാനുള്ള മടി ഉണ്ടായിരുന്നു കേട്ടോ, ആ ഒരു പാൻ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് പക്ഷേ കുറച്ചൊരു അബദ്ധമായിട്ടോ, ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളിങ്ങനെ കുറച്ച് ഇതിന്നിങ്ങനെ തട്ടിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ വക്കുള്ള ഫ്രൈ പാനാണല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാനാണ് ഞാൻ ആദ്യമേ എടുത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതുപോലെ മുറിഞ്ഞു പോലായിരുന്നു. അപ്പോൾ എന്തായാലും അത് മുറിഞ്ഞു പോയി. ഞാൻ ആ സൈഡിലോട്ടൊക്കെ ഇങ്ങനെ ചട്ടം കൊണ്ടൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. മുറിഞ്ഞു പോകാൻ കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ 3 പഴം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 പഴമാണെങ്കിൽ 3 മുട്ടയും കൂടെ ചേർത്താലായിരിക്കും കറക്റ്റ് നല്ല ഒരു സ്റ്റിക്കായിട്ട് നിൽക്കുക. അത് പഴം മുട്ട കുറവായതുകൊണ്ടാണെന്ന് തോന്നിയിട്ട് മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു, ഈസി ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കാനായിട്ടും. ഉന്നക്കായുടെ ഒരു ടേസ്റ്റ് ഒന്നല്ല കേട്ടോ, നമുക്ക് കായപ്പോളയുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.